നല്ല സന്ധ്യാസമയത്തിനായി നന്ദിയോടെ സ്തോത്രം. വീണ്ടും ഒരു നല്ല സന്ധ്യാസമയം കാണുവാൻ സ്വർഗ്ഗം ഞങ്ങളെ ഇടയാക്കി. ഈ സന്ധ്യാസമയം ദൈവത്തിനെ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരു അവസരങ്ങൾ അടിയങ്ങൾക്ക് ദാനമായി തന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. സമൂഹത്തിലെ കടന്നൊരു പുതുക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. എന്റെ പുതുക്കാലം കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി പരിപാലിച്ച ദൈവത്തിന്റെ സ്നേഹത്തിനായി, ദൈവത്തിന്റെ കരുണയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ആദ്യത്തോളം ഞങ്ങളെ നടത്തിയ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കാൻ ഞങ്ങളെ കഴിവോ ഞങ്ങളുടെ മുടിക്കോ സാമർത്ഥ്യം ഒന്നുമല്ല. ഈ സന്ദേഹം ഞങ്ങളായിരിക്കും ഞങ്ങളുടെ കൃപ, കരുണ, ദൈവത്തെ മാത്രം പുകഴുവാനും ആശംസിക്കാനും ഒന്നുമില്ല. ജീവിതത്തിലെ വീഴ്ചകളെ കുറവുകൾ തെറ്റുകുറ്റങ്ങളൊക്കെ അങ്ങ് ഞങ്ങളോട് മനഃപൂർവ്വം ക്ഷമിക്കണം. അങ്ങനെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണം. ആ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാക രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങനെ പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങളെ നിറച്ചാട്ട് അങ്ങനെ ആത്മാവിലേക്ക് ആരാധിക്കാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. കടന്നു വന്ന ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രം, ആരുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, സഹോദരിമാർക്കായി സ്തോത്രം, സഹോദരന്മാർക്കായി സ്തോത്രം, ആരുടെ ദാസനായി സ്തോത്രം, ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രം, എന്റെ ആവുതടിനായി സ്തോത്രം. അങ്ങനെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവയെ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ആവത്രയും പെട്ടെന്ന് കടന്നു വരുവാൻ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആവെ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, അല്പസമയം ഒരുപാട് തിരിഞ്ഞിരിക്കട്ടെ. ദൈവകൃപ ഞങ്ങളെ പുതിയണം. ഞങ്ങൾക്ക് ദൈവദാനമായി തന്നല്ലോ. ഇതിന്റെ ചുറ്റുപാടുള്ള പരിസരങ്ങൾ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം ആത്മാവിൽ പാടുവാൻ, ആത്മാവിൽ ആരാധിക്കാൻ കൃപ നൽകണം. അതിനുവാൻ ഞങ്ങളുടെ മകനെ ബലപ്പെടുത്തണം. എന്റെ മക്കളെ കർത്താവ് സഹായിക്കണം. കർത്താവേ, ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് വന്നത് സംസാരിക്കണം. ഞങ്ങളുടെ ദാസനായി ബലപ്പെടുത്തണം. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കൃപ നൽകണം. എല്ലാത്തിനും അല്പസമയം ഒരുപാട് തിരിഞ്ഞിരിക്കട്ടെ. ആദ്യോടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഭരിച്ചു നടത്തണം. പ്രാർത്ഥന സ്വർഗ്ഗം കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചില നിമിഷങ്ങൾ കർത്താവിനെ അവന്റെ നന്മയ്ക്ക് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ തന്ന സകല ഉപകാരങ്ങൾ ചില നിമിഷങ്ങൾ നമുക്ക് ഓർത്താൽ നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളും, നമ്മുടെ ജോലി, നമ്മുടെ കുടുംബത്തെ, ഹല്ലേലൂയ, നമ്മുടെ മറ്റു പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തേക്ക് മാറ്റിവെക്കാം. അതെല്ലാം മാറ്റിവെച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് വരാം. ഹല്ലേലൂയ. കർത്താവ് നിന്റെ സകല പ്രൈസുകളുടെ ഹല്ലേലൂയ നമ്മുടെ സകല ചിന്താവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവാനാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമുക്ക് ഒരുമിച്ച് അതെല്ലാം കർത്താവിന്റെ കൃപയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ അവർ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ നന്മകൾ ഓർത്തുകൊണ്ട്, കൃപ ഓർത്തുകൊണ്ട്, കരുണ ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നോട് വന്ദനം എന്നും എൻ ഗാനമാ, നിന്നോട് വന്ദനം എന്നും എൻ ഗാനമാ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ നമ്മൾ ജനിച്ചത് വരെ ഇന്ന് വരെ നമ്മളിപ്പോഴും നിലനിൽക്കുന്ന കർത്താവിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നന്മകൾ ഓർത്തുകൊണ്ട് ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നോട് വന്ദനം എന്നും എൻ ഗാനമാ, നിന്നോട് വന്ദനം എന്നും എൻ
ഭാരങ്ങൾ തീർത്തു തരുന്ന കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ വന്നത്. എല്ലാ ഭാരങ്ങളും അവന്റെ പേരിൽ നമുക്ക് ഇടാം. ഹല്ലേലൂയ. നമുക്ക് ചില നിമിഷം കർത്താവിന്റെ സന്നിധി എഴുന്നേറ്റ് നിൽക്കും. അത് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. ദൈവമേ നിൻ മഹാ സ്നേഹമതിൻ വിധമാർക്കു ചിന്തിച്ചറിയാ എനിക്കാവതില്ലേ അതിനാഴം അളന്നിടാം എത്ര ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ മേൽ നൽകുന്ന സ്നേഹം, ഹല്ലേലൂയ, നമ്മൾ എത്ര ശ്രമിച്ചാലും അതിന്റെ ആഴം അളക്കാൻ പറ്റത്തില്ല. അത്ര ആഴമായി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ അപ്പനെ പോലെ അമ്മയെ പോലെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമ്മളെ സ്നേഹിക്കുന്നു. ഇന്ന് പറഞ്ഞല്ല ആ കർത്താവിനെ ഒരുമിച്ച് കരങ്ങളെ അടിച്ചുകൊണ്ട് ആരാധിക്കും. ഹല്ലേലൂയ. നൽകിയ സകല ഹല്ലേലൂയ ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പ്രൈസ് ദി ലോർഡ് ആരാധിക്കുക. ശക്തമായി കരങ്ങളെ അടിച്ചുകൊണ്ട് അന്യഭാഷകൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുക. Yeah.
സാന്നിധ്യം അനുഭവിക്കുന്നത് ഒരുമിച്ച് കർത്താവ് സ്തുതിച്ചാണ്. ഹല്ലേലൂയ. പ്രൈസ് നമ്മൾ പാടിയതുപോലെ ഈശാനം മൂലം നമ്മുടെ ജീവിതത്തിൽ പടകിൽ അടിച്ചുയർന്നു പടക് തകർന്നു പോകുന്ന ഒരവസ്ഥയാണെന്ന് നമ്മൾ ചിന്തിച്ചത്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തകർന്നു പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നോഡിങ്ങിൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സമയമൊന്നും വേണം. ഹല്ലേലൂയ. നോഡിങ്ങിൽ ചെയ്യുന്ന രക്ഷകന്റെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പാടിയതുപോലെ ഇന്നെന്ന ഭാരതമേ ഇറങ്ങിപ്പോൾ ഒന്നും ഭയപ്പെടണം നീ എന്നോട് പറഞ്ഞു. കാക്കയാൽ ഏലിയാവിനെ പോറ്റിയ ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്ത് ഇനി അടുത്തത് എന്ത് എന്നൊരു അവസ്ഥയിൽ പോയപ്പോൾ ഒരുപാട് കാക്കകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് കാക്കകൾ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് ഘോഷിക്കും, ഇസ്രായേൽ ആനന്ദിച്ചിടും. അവൻ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് ഘോഷിക്കും, ഇസ്രായേൽ ആനന്ദിച്ചിടും. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. ഓ നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്ഥിതി മാറ്റുന്ന കർത്താവാണ്. ഹല്ലേലൂയ. അപ്പോൾ അവന്റെ പ്രൈസ് ദി ലോർഡ് ആ ശക്തിക്ക് ഹല്ലേലൂയ എന്നും ഒരു കുറവ് വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ പ്രൈസ് ദി ലോർഡ് ഇപ്പോൾ ഒരുമിച്ച് കർത്താവിനെ പ്രൈസ് ദി ലോർഡ് അവന്റെ കരങ്ങളിലേക്ക് അവന്റെ സന്നിധിയിലേക്ക് നമുക്ക് താഴ്ത്തിയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വന്തം പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവം നല്ല സമയത്തിനായി വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമുക്ക് ഒരുമിച്ച് വീണ്ടും നമുക്ക് ഞായറാഴ്ച ദിവസം ദിവസത്തിൽ കടന്നു വന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചല്ലോ. ആമേൻ. പാട്ട് എഴുതുവാനൊക്കെ ആമേൻ പ്രിയ ഫ്രെഡി ബ്രദറും ആമേൻ പ്രിയ സാമ്പ്രദനെയൊക്കെയും ദൈവം ബലപ്പെടുത്തിയല്ലോ. കടന്നു വന്ന് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന്റെ കൃപയ്ക്കായ സ്തോത്രം ദൈവസന്നിധിയിലെ ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ ദൈവവചനം സംസാരിപ്പാനായി അല്പസമയം നമ്മൾ തുടർന്നുള്ള സമയം വേർതിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ നടുവില് കർത്താവിന്റെ ദാസനുണ്ടായിരുന്നു. ശക്തമായ ദൈവത്തിന്റെ ആലോചന നമ്മൾ അറിയിച്ചു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പാസ്റ്റർ ശിബുദാനിയേൽ അവர்கள் ആമേൻ സന്ദേശം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുണ്ട്. ആമേൻ നമ്മുടെ നടുവിലായിരിക്കുന്നു. അഭിഷേകത്തിനെ ശക്തമായ ദൈവത്തിൽ ഉപയോഗിക്കാൻ പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. ആമേൻ. ഹല്ലേലൂയ. തുടർന്നുള്ള ആമേൻ 8 ആമേൻ വരെയുള്ള സമയം ആമേൻ 6 10 മിനിറ്റ് മുമ്പോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. എങ്കിലും മറ്റൊരിക്കകത്ത് ആമേൻ നിർത്തണം. നമുക്ക് ആമേൻ എന്നുള്ള സമയം ദൈവദാസന്റെ വചനം സംസാരിക്കാൻ ആമേൻ കൊടുക്കുകയാണ്. കരങ്ങളെ അടിച്ച് ആമേൻ കർത്താവിന്റെ ദാസന്റെ വചനം സംസാരിക്കാൻ വളരെ പരിചിതമായ ഒരു വാക്യം വായിക്കാം. പുറപ്പാട് 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. 33-14. എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഞാൻ നിനക്ക് രാത്രി എല്ലാ ദൈവമക്കൾക്കും പ്രിയ പാസ്റ്റർമാരും പ്രിയ ബ്രദർ മറ്റ് സഹോദരങ്ങളും ആരാധനയ്ക്ക് നേർന്നു കൊടുത്ത പ്രിയ ഫ്രെഡി മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വന്നിട്ട് പോയപ്പോൾ വേഗത്തിൽ നമ്മുടെ നിങ്ങൾ ഒരുക്കി അതിൽ ഈ മതസംബന്ധിക്കുന്ന അവസരം ഒരുക്കുന്ന ആവശ്യമുള്ളൂ. എല്ലാം ദൈവത്തിന്റെ പ്ലാനായിരുന്നു. അത് രാത്രി എന്നെ വിടാൻ പോയപ്പോൾ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങളൊക്കെ
ദൈവം സ്ഥിതികൾക്ക് മാറ്റം വരുത്തി. ഞാൻ എപ്പോഴും പറയുന്നത്, ഉത്സാഹിയാണോ ദൈവമായിരിക്കും. ഉത്സാഹി സുശേഷ വരെ ഉഴപ്പമായി രക്ഷപ്പെട്ടൊരു ദൈവം. നാട്ടിൽ ഒത്തിരി ഉപദേശമാരുണ്ട്. അവർ ഞങ്ങളോട് ചോദിക്കുന്നത് എങ്ങനെ രക്ഷപ്പെടുന്നത്. നാട്ടിൽ വേദപുസ്തകം വായിക്കുക, പ്രാർത്ഥിക്കുക, സുശേഷ വേല ചെയ്യാനുള്ള താല്പര്യവും മനസ്സുണ്ടാകുക. കഠിനാധ്വാനിയാണല്ലോ പാസ്റ്റർ. അങ്ങനെ അധ്വാനിക്കുന്നവരെ ദൈവം കൈവിടത്തില്ല, ദൈവമായിരിക്കും. ഞാൻ മംഗഫിലെ 2014 വന്നപ്പോൾ 20 ദിവസത്തെ യോഗത്തിൽ 14 ദിവസം ചർച്ച പ്രസംഗിച്ചു. 14 ദിവസം 14 ദിവസം പ്രസംഗിച്ച ചർച്ചയാണ് ഞാൻ ഇന്ന് പകൽ സംഘടിപ്പിച്ചത്. ദൈവത്തിന് വേണ്ടി ആരെങ്കിലും മുന്നോട്ട് വന്നുകൊണ്ട് ദൈവരെ കൈവിടത്തില്ല. ഞങ്ങളും അതിന്റെ സാക്ഷികളാണ്. യാതൊരു സാക്ഷി വരണം. ഇവിടെ വരെ എത്തിച്ച ദൈവത്തിന്റെ കൃപ. ലിഡിയാമ്മയെ ദൈവം ഞങ്ങൾ ലിഡിയാന്നാണ് പേര്. ഞങ്ങളുടെ ഗ്രാമം കൂടെ ചേർന്ന് ലിഡിയാമ്മ. സ്നേഹവും ബന്ധവും അതുപോലുള്ളതും ഞാൻ നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിനെ നിയോഗിച്ച് പോകച്ചത്. ഇതിനോട് ദൈവ ശുശ്രൂഷക്കായിട്ട് ദൈവം അയച്ചു. അതെല്ലാം ദൈവത്തിന്റെ പ്ലാനാണ്. കർത്താവിന്റെ ഒരു അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഏലക്കരച്ചാൻ ഏതൊരു നാട്ടിലും വീടിനടുത്തൊക്കെ ധാരാളം യോഗത്തിനെ പ്രസംഗിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ കാണാൻ പരിചയപ്പെടുന്ന അവസരം ഉണ്ടായപ്പോൾ എല്ലാവരും എനിക്കും നല്ല പരിചയമാണ്. വന്നപ്പോഴാണ് പരിചയപ്പെട്ടത്. പിന്നെ അവരുടെ തിരിച്ചൊക്കെയുള്ള നല്ല പരിചയമായി. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം നമ്മെ സഹായിച്ചു. അനുഗതമായ പാട്ടുകൾ പാടി ആരാധിച്ചു. ഇനിയും ഞാനും ഇടക്കിടയ്ക്ക് പാട്ട് പാടും. വചനത്തിൽ അങ്ങനെ വന്ന സന്തോഷമുള്ളവരുടെ പാട്ട് പാടട്ടെ. ഈ ട്രഡീഷൻസ് അറിയിക്കാൻ പേര് മുളച്ചു. ട്രഡീഷൻ സഭയുടെ ആരാധന എന്ന് പറഞ്ഞാൽ കൈയടിക്കാൻ മാത്രം ചെയ്യണം. ഇഞ്ചനങ്ങി പോയാൽ നിന്നെ ഞങ്ങൾ കൊല്ലും. സകല എങ്ങനെയോ പുള്ളി അറിയാതെ കണ്ടു തോന്നിപ്പോയി. മുഴുവനെന്നോ അദ്ദേഹത്തിന് അയച്ചിട്ടുള്ള വേറെ തൊഴിലൊന്നുമില്ല. ആ മനുഷ്യൻ 84 വയസ്സിൽ നിന്നും ചാടിപ്പോയി. എന്തുകൊണ്ട് ആരാധന എങ്ങനെയാണ്, ആരാധിക്കുന്നത് എങ്ങനെയാണ്, എന്താണ് ആരാധന, എന്താണ് ആരാധന അല്ല, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം വിഷയങ്ങളാണ്. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടും. കയ്യും കാലമൊക്കെ ദൈവം ആരോഗ്യത്തോടെ തന്നപ്പോൾ നൃത്തം ദൈവത്തെ സ്തുതിക്കണം. ഞാനിവിടെ കഴിഞ്ഞ ദിവസം എനിക്ക് സന്തോഷമുണ്ടായി. മണിക്കൂറുകൾ ആരാധിക്കും. അന്യഭാഷകാരാണ്. ദൈവം നൽകിയ ആയുഷ്മാനിക്ക് നൽകുക. ജോലി നമ്മൾ എന്തെല്ലാം പ്രതിസന്ധികൾ അനുഭവിക്കും, എന്തെല്ലാം കെട്ടുന്നീകൾ വിടുവിക്കുന്ന ദൈവത്തിന്റെ കൃപ അനുഭവിക്കുമ്പോൾ നാട്ടിലൊന്നും ഇത് പഠിക്കില്ല. നാട്ടിൽ ചുമ്മാ വെറുതെ മെനക്കേട് വികസനം പഠിക്കും. ഒരു തൊഴിലുമില്ല. അവരിങ്ങനെ അനങ്ങാതെ ആരെയും അന്യഭാഷ ഉറക്കെ പറഞ്ഞ ഉടനെ എല്ലാവരും കൂടെ അന്യഭാഷ ഇതാണ്. ഉറക്കെങ്ങോട്ടൊരു കല്ലിരി ഒരുത്തം പറഞ്ഞ അവരെ അന്ന് പോത്തി. എനിക്ക് വലിയ സന്തോഷം. കുവൈറ്റ് വന്ന എനിക്ക് വലിയ സന്തോഷം. ഈ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും സന്തോഷമുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ വിളിച്ചല്ലോ. ഞാൻ ഒന്നുകൂടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ 7 ദിവസങ്ങളുടെ മീറ്റിംഗിനെ കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത ഡേറ്റ് വന്നിരിക്കാൻ കാര്യം സ്തോത്രം. ആമേ. ഇത് അയക്കുമ്പോഴേ വരത്തുള്ളൂ. ഞാൻ പറഞ്ഞത് താല്പര്യവും നിറഞ്ഞ് ആരാധിക്കാൻ. ഇന്നലെ ഞാൻ പറയരുത്. എനിക്കൊരു വ്യത്യസ്തമായ അനുഭവം ഉണ്ടായി. ആരാധിക്കാൻ മനസ്സോടുന്ന കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് നൃത്തം ചെയ്ത് അവയെ മനസ്സ് തുറന്നാൽ ഞാൻ പറഞ്ഞത് താല്പര്യം നിങ്ങളും
ആരെയും ഒരലയ അന്തരീക്ഷത്തിൽ ഇരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നിറഞ്ഞ മനസ്സോടെ ദൈവത്തെ ഈ കൂടുതൽ ഇപ്പൊ ആരാധിക്കാൻ ഒരു കാരണം അറിയോ? എല്ലാം ലൈവ്. അതുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പം വീഡിയോ പിടിക്കുന്നില്ല. ആരെങ്കിലും പറഞ്ഞു തുണിയോടെ ചൂണ്ട് ചുറ്റി ഏത് അന്യഭാഷ പറയുന്നത് അറിയാം. ആ ഒരു സഹോദരത്തോട് നിങ്ങൾ ആ കൂടി അങ്ങോട്ടേ പോകുന്നു, അതുകൊണ്ട് ഇങ്ങനെ അതുടനെ കട്ട് ചെയ്തെടുത്ത് ഒരുമാതിരിപ്പെട്ട ഈ വീഡിയോ എടുത്ത് ലൈവ് എടുത്തുകൊണ്ട് ശരിക്കും മനസ്സോടെ കൈയടിക്കാൻ പോകുന്നില്ല. തമാശയുടെ എനിക്ക് മനസ്സിലായി എന്തി പറ്റി. ഇതിപ്പോ ഇല്ലാതെ പറ്റത്തുള്ളൂ. ഈ രാവിലെ ഇല്ലാതെ ഇപ്പൊ അത് വേറൊരു സംഭവം. ഒരു മീറ്റിംഗ് എടുക്കുമ്പോൾ ആൾക്കാർക്ക് ലൈവ് ഇട്ട് വീഡിയോ കിട്ടാൻ ആൾക്കാർ അറിയത്തുള്ളൂ ഈ മീറ്റിംഗ് ഇവിടെ നടക്കുമെന്ന് അറിയണമെങ്കിൽ അതും വരും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും നോക്കണ്ട. പരിജ്ഞാനത്തോടെ ദൈവം നൽകിയ ആരോഗ്യം അനുസരിച്ച് ദൈവത്തെ പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. ഇവിടെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ സമസ്ത മേഖലകളും ദൈവം ചില വിടുതലായിട്ടുണ്ട്. കരങ്ങളെ ഉയർത്തി കാലിനെ പറഞ്ഞാട്ടെ. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, പൊൻവൈര്യമോ അല്ല മറുവിലയാൻ. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, പൊൻവൈര്യമോ അല്ല മറുവിലയാൻ. എൻ പേർക്കുയാഗമായി തീർന്നവനാ, എൻ പേർക്കുയാഗമായി തീർന്നവനാ. ദൈവ കുഞ്ഞാട്ടി വിലയേറും, ദൈവ കുഞ്ഞാട്ടി വിലയേറും. ഞാൻ പാടുമീ നാടിനി കുഞ്ഞാട്ടിൻ വിലയേ. രക്തത്താലെന്നെ ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും. ഓ ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും. രക്തത്താലെന്നെ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 1-ാം വാക്യം. എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഞാൻ കഴിഞ്ഞ ദിവസം ഈ റൂമിലിരുന്ന് ധ്യാനിച്ച് വായിച്ചപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ദൈവത്തിന് ആത്മാവിന് ഒരു മെസ്സേജ് ഇന്നലെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ദൈവ സാന്നിധ്യം തലക്കെട്ടെടുത്തു ദൈവിക നടത്തിപ്പ്. ദൈവിക നടത്തിപ്പ്. മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ച ഇസ്രായേൽ മക്കളെ അവര് യാത്ര ചെയ്ത് വരുമ്പോ ചെങ്കടലിൽ പ്രയാണം ചെയ്തു. മരുഭൂമിയിൽ കൂടെ ഒരു യാത്ര ചെയ്തു. വരുന്ന വഴിക്ക് ഒരു പിറുപിറുത്തുന്ന 33-ന്റെ 1 മുതൽ വായിച്ചേ.
നിങ്ങൾ ഞാൻ പാലും തേനും ഒരു ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ ശാന്തമായിട്ട് പറഞ്ഞോ, ഒരുപാട് പുതിയ ആൾക്കാർക്ക് അവർക്ക് മനസ്സിലാകാം. സ്പീഡിൽ പറഞ്ഞത് പിടിയിട്ടില്ല, അതുകൊണ്ടാണ് പുതിയ 420 വർഷങ്ങൾ മിസ്രൈമിന്റെ അടിമത്വമായിരുന്നു. അവിടെ നിന്ന് പുറപ്പെടുവിക്കുക. 12-ാം അധ്യായത്തിൽ ചോരത്തടി ആചരിച്ചാണ് പുറപ്പെടുന്നത്. കുഞ്ഞാടിനെ അറുത്ത് രക്തമെടുത്ത് കട്ടളക്കാർ രണ്ടുപേരുടെ കുറുമ്പടി മീൻ പുരട്ടി വീട്ടിലുള്ള മുഴുവൻ അത് ചുട്ട് ഭക്ഷിച്ചു. അതെങ്ങനെ കഴിക്കരുത്, എങ്ങനെ കഴിക്കണമെന്നൊരു വാക്യമുണ്ട്. പുറപ്പാട് 12-ാം എഴുതട്ടെ. പുറപ്പാട് 12 വായിച്ചു കിട്ടിയോ? അതിലെ 9-ാമത്തെ 8 മുതൽ വായിച്ച്. എങ്ങനെ തിന്നരുത്, കുഞ്ഞാടിനെ എങ്ങനെ തിന്നണം. 8-ാം വാക്യം പോലെ വായിച്ചു. അപ്പം എങ്ങനെ ചുടണം? തീയിൽ ചുടണം. എണ്ണയ്ക്കകത്ത് പൊരിക്കരുത്, വറുത്തെടുക്കരുത്. പിന്നെ എങ്ങനെ? തീയിൽ ചുട്ട ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. അടുത്ത വാക്യം. കയ്പ് ചീനിയോടുകൂടെ അത് തിന്നണം. അടുത്ത വാക്യം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ. എങ്ങനെ തിന്നരുത്? പച്ചയായിട്ടോ പുഴുങ്ങിയായിട്ടോ. എന്താ വെച്ചാൽ പുഴുങ്ങുന്ന ഒരു വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ. പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. പിന്നെ പിറ്റേന്നാൾ കാലത്ത് അതിലൊട്ട് പച്ചയായിട്ട് തിന്നരുത്, വെള്ളത്തിൽ പുഴുങ്ങി തിന്നരുത്. പിന്നെ എങ്ങനെ തിന്നണം? 8-ാം വാക്യത്തിൽ തീയിൽ ചുട്ട കഴിക്കണം. അപ്പൊ കഴിക്കുന്നതിന് വ്യവസ്ഥ കൊടുത്തിരിക്കുകയാണ്. അതിന്റെ രക്തമെടുത്ത് കട്ടളക്കാർ രണ്ടുപേരും കുറുമ്പടി വരുന്നുണ്ട്. അതായത് ചവിട്ടുപടി പുറത്തില്ല. സ്തോത്രം. നിങ്ങൾ തിടുക്കത്തോടെ കഴിക്കണം. അരമുറുക്കി കയ്യിൽ വടി പിടിച്ച് കാലിൽ ചെരിപ്പിട്ട്. അങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടോ നിങ്ങളെ വാക്യം? അവിടെ വായിച്ച വാക്യം അരകെട്ടണം. അത് പുറപ്പെടുന്നതിന്റെ ഒരു സിമ്പലാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? അരകെട്ടണം. അതൊരു ഒരു പഴയ പുതിയ വാക്കുകളല്ലോ. അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സൂക്ഷിച്ചവർക്ക് കാലിന് ചെരുപ്പാക്കി എല്ലാ തീയങ്ങളും കെടുക്കത്തക്കവണ്ണമുള്ള വിശ്വാസത്തിന്റെ പരിചയം എടുത്തുകൊണ്ട് പോകണമെന്ന്. അരയ്ക്കു സത്യവും നീതി കവചവും, അരയ്ക്കു സത്യവും നീതി കവചവും രക്ഷയും അണിഞ്ഞു, രക്ഷയും ശിരസ്ത്രവും അണിഞ്ഞൊരുങ്ങണം. സത്യത്തിന്റെ പാതയിൽ സാക്ഷികൾ സമൂഹമേ മുന്നേറണം. ഓ സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറണം. അതിന് വെളിപ്പാട് പറഞ്ഞു. അരകെട്ടി കാലിൽ ചെരുപ്പിട്ട്. എന്തിനാ അങ്ങനെ പെട്ടെന്ന് എടുത്തു ചെരുപ്പിടണം എന്ന് പറയുന്നതാണ്. 430 വർഷം ചെരുപ്പിട്ടിട്ടില്ല. അടിമയ്ക്ക് ചെരുപ്പിടാൻ റൈറ്റ് ഇല്ല. യജമാൻ എന്ന് പറയുന്ന മാത്രം ചെയ്യാനുള്ള യോഗ്യത ഇവനുള്ളൂ. ചെരുപ്പിടാൻ വ്യവസ്ഥയില്ലവനെ. അടിമയില്ലേ? അടിമയ്ക്കുള്ളത് യജമാന്റെ ചെരുപ്പ് കെട്ടിക്കൊടുക്കുക, ചെരുപ്പ് അഴിക്കുക. അതാണ് യോർദാൻ കടവിൽ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അവന്റെ ചെരുപ്പിന്റെ മാറടിപ്പാൻ ഞാൻ എന്ന് പറഞ്ഞ യജമാനന്റെ ചെരുപ്പ് അടിക്കാൻ പോലും ഞാൻ യോഗ്യനില്ല. അത്ര എളിമപ്പെടാനുള്ള മനോഭാവം 530 വർഷം ഇട്ടിട്ടില്ല ചെരുപ്പ്. തമ്പുരാൻ പറയും, നീ പോരുമ്പോ നീ അങ്ങനല്ല, കാലി ചെരുപ്പിട്ടോളെ. ഞാൻ പകൽ ഈ വൈകിവേള ദൈവമക്കളുടെ ദൂതുകൂടെ പറയാം.
ഇന്നലകളിൽ നീ അനുഭവിച്ച ഞെരുക്കത്തിനും കഷ്ടതയ്ക്കും ശാപത്തിനും ഒന്നിനും യോഗ്യതയില്ലാത്തിടത്തും നിന്നെ പുറപ്പെടുവിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അതിനെ പുറപ്പെടുവിക്കും. നല്ല ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെ പുറപ്പെട്ടു, അങ്ങനെ പുറപ്പെടുക. വർഷക്കാലം മുതിയപ്പോൾ പുറപ്പെടുക. ഇസ്രായേലിലെ ആദ്യജാതന്മാർ നൃത്തം ചെയ്ത് സന്തോഷിച്ചതുപോലെ ദൈവമക്കൾ സന്തോഷിക്കണം. എന്തിനറിയാമോ? ഇസ്രായേലിയ ആദ്യജാതന്മാർ അവരുടെ വീടുകളിൽ നിലവിളി ഉയരുമ്പോൾ ഇസ്രായേലി ആദ്യജാതന്മാർ സന്തോഷിക്കുന്നു. എന്റെ മരണഭാഷങ്ങളെ ദൈവം അഴിച്ചു മാറ്റി. മരണഭാഷ അഴിക്കാൻ കാരണം കുഞ്ഞാട് രക്തം കട്ടളക്കാരനുള്ളത് കൊണ്ടാണ് എന്റെ വീടിനകത്തുനിന്നും മരണം നീങ്ങിയത്. ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാൻ നിന്റെ ശാപത്തെയും അഴിച്ചതിനാൽ, നിന്റെ പ്രതിസന്ധിയെയും മാറ്റിയതിനാൽ, ദൈവത്തിനെ പുറത്തു കൊണ്ടുവന്നതിനാൽ നിറഞ്ഞ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പുറപ്പെട്ടു വരിക. ഞാൻ പറയുന്ന സ്ഥലത്തോളം പുറപ്പെട്ടു വരുമ്പോ ഇടയ്ക്ക് വെച്ച് ഈ പറഞ്ഞ പോലെ ഒരു സംഭവം നടന്നില്ല. ചെങ്കട തീർന്നു നമ്മളത്തേക്കും വിശേഷപ്പെട്ട 600 രഥങ്ങളുമായിട്ട് അവർ വരുന്നു. ബൈക്ക് 14 എടുത്തട്ടെ. 14 ഏഴാം വാക്യം 6 മുതൽ വായിച്ചു. പിന്നെ അവൻ രഥം കെട്ടിച്ച് പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും സ്തോത്രം. വിശേഷപ്പെട്ട 600 രഥങ്ങൾ. ഇസ്രായേലിനെ ഭയങ്കര രഥമാണ്. ഇസ്രായേലിന്റെ കുതിര തന്നെ വലിയ ആഡംബര കുതിരകളാണ്. ഞാൻ ജലോമൻ അവിടെ പോയ കുതിര പിടിച്ചോണ്ട് ഭയങ്കര കുതിരകളാണ് ഇസ്രായേലിന്റെ കുതിര. ഇതിനെല്ലാം കൂട്ടി 600 രഥങ്ങളും ഓരോന്നിട്ടും മറ്റ് രഥങ്ങളുമായിട്ട് സൈന്യസമേതം ഇസ്രായേലിനെ തുടരാൻ വേണ്ടി പുറപ്പെടുക. പുറകെ സ്തോത്രം, സ്തോത്രം. പക്ഷെ ഇസ്രായേൽ മക്കളുടെ പ്രത്യേകത അടുത്ത വാക്യം വെച്ചില്ലേ? യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. എന്റെ കയ്യിൽ ആയുധമോ വാളോ പരിചയമൊന്നുമില്ല. ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നിങ്ങളുടെ യുദ്ധം ചെയ്യുന്നത് സൈന്യാധിപൻ നമുക്ക് മുമ്പിലുണ്ട്. പക്ഷെ അവർ പുറപ്പെടാൻ എങ്ങനെയാ? യുദ്ധസന്നദ്ധരായി. ദൈവമക്കൾ പുറപ്പെടുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. യുദ്ധസന്നദ്ധരായി. പുറകെ 600. നമ്മുടെ ഒന്നുമില്ല. നമ്മുടെ കയ്യിലുള്ളത് അറുക്കപ്പെട്ട കുഞ്ഞാണ്ട് രക്തം തളിക്കപ്പെട്ടത്. അവന്റെ മുദ്രയേറ്റ ദൈവമക്കളെ കരമുയർത്തിയെന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടു. യുദ്ധസന്നദ്ധരെ പുറപ്പെട്ടു. പറയുന്നൊരു വാക്കുണ്ട്. 15:9 വായിച്ച്. പുറപ്പെട്ട 15:9. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശാവനാൽ പൂർത്തിയാക്കും എന്ന് ശത്രു പറയുന്നു. കണ്ടോ? വായിക്കൂ. എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. തമിഴ് വായിക്കൂ. என் பட்டயத்தை உருவுவேன், என் கை அவர்களை சங்கரிக்கும் என்று பகைஞன் சொன்னான். உம்முடைய காற்றை வீச பண்ணினீர், கடல் அவர்களை மூடிக்கொண்டது. കരം ഉയർത്തി കർത്താവ് സ്തുതിച്ചാട്ടെ. ഇത് ശത്രു പുറകിൽ നിന്ന് പറയുക, പിടിക്കും പിടിക്കും
പിടിക്കും, കൊള്ള പങ്കിടും എന്ന് പറഞ്ഞ മിശ്രനിൽ പുറപ്പെട്ടു വന്നപ്പോഴത്തേക്ക് അവിടുത്തെ നന്മകളുമായിട്ട് പുറപ്പെട്ടു വരുന്നത്. നിന്റെ കൈവശമുള്ളതിനെ അപഹരിക്കാൻ, നിന്റെ പ്രാർത്ഥനാ മണ്ഡലത്തെ അപഹരിക്കാൻ, നിന്റെ ആത്മീയ മണ്ഡലത്തെ അപഹരിക്കാൻ, നിന്റെ തലമുറയെ അപഹരിക്കാൻ, നിന്റെ ജോലി വിഷയത്തിൽ അപഹരിച്ചെടുക്കാൻ, നിന്റെ സഭാമണ്ഡലത്തെ അപഹരിച്ചെടുക്കാൻ, ഐക്യതകളെ അപഹരിച്ചെടുക്കാൻ, ആരോഗ്യത്തെ അപഹരിക്കാൻ പിന്തുടരുന്ന ശക്തികളെ ഇന്ന് രാത്രി ദൈവാത്മാവ് വെട്ടിമാറ്റുകയാ. ഇപ്പോഴും വിശ്വാസി പറയുന്നത് ഞാൻ പിടിക്കും, കൊള്ളവങ്ങളുടെ ആശകൾ പൂർത്തീകരിക്കും, ഞാൻ വാഴൂരും നിഗ്രഹിക്കും എന്ന് ശത്രു പറയാ. പക്ഷെ നീ പേടിക്കണ്ട, നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി. നമ്മൾ അറിയേണ്ട പ്രിയപ്പെട്ടവര്, നമ്മളറിയാതെ നമുക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ദൈവത്തോട്. അത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 21 വർഷം ലാബാന്റെ വീട്ടിൽ കഴിഞ്ഞുകൂടിയ യാക്കോബ് അവിടെ വിട്ട് പുറപ്പെട്ടു പോന്നപ്പോൾ 3-ാം ദിവസം ലാബാൻ അറിവ് കിട്ടി യാക്കോബ് പുറപ്പെട്ടെന്ന്. അറിഞ്ഞുകൊണ്ട് യാക്കോബ് പിന്തുടർന്നപ്പോൾ ഒരു മലച്ചരിവിൽ വെച്ച് ദൈവത്തിന്റെ ദൂതൻ ഇടപെട്ട് പറയുക, എന്റെ ദാസനെ യാക്കോബിനോട് ഗുണമെങ്കിലോ ദോഷമെങ്കിലോ ചെയ്തു പോയേക്കരുത്. ഈ സംഭാഷണം ശരിക്കും യാക്കോബ് അറിഞ്ഞിട്ടില്ല. മലഞ്ചരിവിൽ ദൈവത്തിന്റെ ദൂതൻ ലാബാനെ തടഞ്ഞതും ഇവർ തമ്മിൽ സംഭാഷിക്കുന്നത് യാക്കോബ് അറിഞ്ഞിട്ടില്ല. നീ അറിയാതെ തന്നെ നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുക. നീ അറിയാതെ നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുക. നീ കിടന്നുറങ്ങുമ്പോഴും നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കാവൽ നിന്നുകൊണ്ടിരിക്കുക. എത്ര ദൈവങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി ദൈവം യുദ്ധം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവങ്ങൾ 2025 പരാജയപ്പെടുന്നവൻ അപകരിക്കൽ പ്രാണനെ പോലെ തകർത്ത് കളയുവാൻ നാം അവിശേഷമാക്കാൻ കുപ്പക്കുന്നാത്മനെ വാദിക്കുന്ന ശക്തികളുടെ നീ അറിയാതെ നിനക്ക് വേണ്ടി ആത്മാവ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാൻ കൃപലഭിച്ച ദൈവങ്ങൾ എത്ര പേരുണ്ട്? നിങ്ങൾ ആത്മാവിൽ ആരാധിച്ച് ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ചില മണ്ഡലങ്ങളിൽ സ്വർഗ്ഗം ഇറങ്ങി യുദ്ധം ചെയ്യുകയാണ്. ദൈവം അവർക്ക് വഴി തുറന്നില്ലേ? ഒരു ബോർഡ് പോലെ ചെങ്കടൽ 3 ദിവസം എടുത്ത് കരകയറി. 3 ദിവസം ചെന്നവിടെ കരങ്ങി അക്കരെ കിടക്കല്ല, ചെങ്കടലിൽ കൂടെ തന്നെ 3 ദിവസം സഞ്ചരിച്ചു. പല ചെങ്കടലിൽ ഇത് കിടക്കണം 30 ലക്ഷത്തിന് പേര് ആൾക്കാരില്ലേ? ഇത്രയും പേര് കിടക്കും. ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ഇസ്രായേലിൽ വെച്ച് വലിയ പ്രഷറുള്ളവരുണ്ട്. അന്ന് ഈ രോഗമൊക്കെ ഉണ്ടില്ലേ? പ്രഷറുണ്ട്, കൊളസ്ട്രോളുണ്ട്, പാരലൈസ് ആയവരുണ്ട്, വാദമുള്ളവരുണ്ട്, പിത്തമുള്ളവരുണ്ട്. ആദാമ പാപത്തിന് ശേഷം മുഴുവൻ എണ്ണത്തിൽ നീങ്ങണം. ഒന്നല്ലേ ഒന്നുണ്ടല്ലേ? ഇപ്പൊ ഇത്രയും പേരെ കൂടെ ആശുപത്രി കൊണ്ട് മിക്കവാറും അഡ്മിറ്റ് ആകും. അതിനുള്ളത് കൊണ്ട് എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, എന്റെ ഭാഷ ഞാൻ ചെക്ക് ചെയ്യുന്നേയില്ല. ചെക്ക് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ഉള്ളിയുള്ളത് എന്നെ വിളിക്കണം മറക്കുക. 52 ചൂടും നിങ്ങൂടം പോകുന്നത് 60 പോലെ പിന്നെ തണുപ്പ് വന്നാൽ അതേ തണുപ്പ്. പിന്നെ കഴിക്കുന്ന മുഴുവൻ രാവിലെ എഴുന്നേറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് പോകാനുള്ള ബന്ധപ്പാട്. കഞ്ഞി ഉണ്ടാക്കണമെന്നുണ്ടോ പയ്യ. അതുകൊണ്ട് ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് 2 സാൻഡ്വിച്ചോ പെപ്സി ചെയ്യാനെന്നറിയുന്നത് ഞാൻ തോന്നുന്നു. പെപ്സി, പിന്നെ ഷവർമ, ഷവായി, കോളായി ഇതെല്ലാം കൂടെ കഴിച്ചു ഈസിയായിട്ട് നോക്കുന്നു. പക്ഷെ ഒരു 10-20 വർഷം കഴിയുമ്പോഴത്തേക്കും പൈയൊക്കെ ഇടാനും ചാമ്പൂച്ചു. നിങ്ങൾ കഴിക്കുന്ന ആളൊക്കെ നമ്മൾ സ്നേഹമാണ്. നിങ്ങൾ പണിയെടുക്കുന്ന ആളൊക്കെ പുള്ളിക്ക് വലിയ സന്തോഷമാണ്. 35 വർഷമൊക്കെ ജോലി ചെയ്താൽ 35 വർഷമൊക്കെ നമ്മുടെ പണിയെടുത്ത് വരുന്ന നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഒരു
ഇതിന് വലുതാകുന്ന ഞാൻ പറഞ്ഞ് നിങ്ങളെ ക്ഷീണിപ്പിക്കുകയല്ല. ഞാൻ ആരോണിയുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു, ലോകം മുഴുവൻ കറങ്ങിയ ഒരു മനുഷ്യൻ പറയുക എനിക്കിഷ്ടം കേരളം തന്നെ. അപ്പൊ എന്താ മെഴുകാൻ പറ്റിയത് കേരളത്തിലാണ്. അടിച്ചു പൊളിച്ച് ചാടി മെഴുകി നടക്കാൻ പറ്റുന്നത്. ആധാർ വേണ്ട, നടക്കാൻ വേണം. ഇരുവല്ല പോലെ പോണെങ്കിൽ ആധാർ വേണം. നിങ്ങളിപ്പോ കുവൈറ്റ് സിറ്റി വരെ പോകണം, എന്ത് വേണം? സിവിൽ ഐ ഡി വേണം. പിന്നെ ജസീൽ വരുന്നവർക്ക് പാസ്പോർട്ടും വേണം, അതിന്റെ വിസയും വേണം. ഒന്നുമില്ലാതെ അങ്ങോട്ട് പറ്റുമോ? പണ്ട് സൗദിയിൽ ചെന്നപ്പോഴത്തേക്കും ഒരച്ഛനോട് ഭാഷ ഞാൻ ജോലിക്ക് പോവാ, ലൈഫില്ല, ഇരുന്നോണം ഒരു കാര്യം മുറ്റത്തോടെ ഇറങ്ങിപ്പോയിരുന്നു. മുറ്റത്തോടെ ഇറങ്ങുന്നെങ്കിൽ പാസ്പോർട്ട് എടുത്തോണ്ട് ഉമ്മ അങ്ങോട്ട് കാണാൻ പറ്റുന്നാലും അവന് അന്നേരം പവറാണ്. നമുക്കിട്ട് പറയാൻ പോലും ചോദിച്ച ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് വരാം, അതിന് അനുമതി ഇല്ല. അന്നാരെ നോക്കി എടുത്തോണ്ട് മൊബൈൽ ഓഫ് ചെയ്ത് ഇതാ പോകും. അപ്പൊ എന്നോട് പറഞ്ഞു വേസ്റ്റ് പോലും പാസ്പോർട്ടോ അല്ല പഴവരം കഴിച്ച് വേസ്റ്റ് പോലും പേടിപ്പെട്ട് നിടണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ പാസ്പോർട്ട് എടുത്തോണ്ട് എന്തിനൊന്ന് വേസ്റ്റ് കളയാൻ പോകുമ്പോഴും ഇനി അബദ്ധവശാലങ്ങളും വേസ്റ്റ് ബോക്സിൽ പാസ്പോർട്ട് അറിയാതെ പോയാലോ ഒന്ന് ഓർത്ത് നോക്കി. വേസ്റ്റ് ഇടുന്നതിന് വരെ പാസ്പോർട്ട് ഇട്ടാണ്, പിന്നെ ഗതി വേറെ ഒന്നും നോർത്ത് വയ്ക്കുകയും സ്ഥിതി. ഞാൻ താമച്ചാക്കോടെ വീട്ടിൽ താമസിക്കുന്നു. താമച്ചാക്കോടെ കിടക്ക് പോകുമ്പോഴെല്ലാം എപ്പോഴും നമുക്ക് പേഴ്സ് എടുത്തോണ്ട് പോകും. ഞാനിത് കൂടെ എന്റെ ഇതില്ലാതെ പറ്റുമോ? ഞാനിവിടെ കുറെ വർഷമായിട്ട് പറഞ്ഞിട്ട് വരും കാര്യമുണ്ട്, നടക്കുന്നുണ്ട്. പിന്നെ പുള്ളി കുറച്ച് അറിഞ്ഞൊക്കെ ചില അറിയാമെന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരാറുണ്ട്. എന്നാലും തട്ടി നിൽക്കൊക്കെ എനിക്ക് എന്നാലും പറ്റും. ഞാൻ പറഞ്ഞതിന് ആശയങ്ങളിലൂടെ കിട്ടിയോ? നിങ്ങളവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നപ്പോഴേ അങ്ങനെ കെട്ടും ബന്ധനങ്ങളും അഴിച്ച് ഇവിടെ ദൈവം കൊണ്ടുവന്നപ്പോൾ ആ ദേശത്തെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ട ദേശം നിത്യതയെ കുറിച്ചാണ്. കരപടത്തെ ഇങ്ങനെ നിങ്ങൾ പുറപ്പെടുത്തിക്കൊണ്ടിരുന്ന നല്ലൊരു ദേശത്തെ കൊണ്ടുപോകാം. ഇതിനേക്കാൾ മനോഹരമായ ദേശം, സുന്ദരമായ ദേശം. പക്ഷെ സ്വർഗത്തിലെ അപ്പച്ചൻ പറഞ്ഞു ഒന്നുമില്ല, തുടക്കത്തിൽ രോഗവും ദുഃഖവും കെട്ടിട്ടുള്ള ദേശമാണ് അന്നുണ്ട് ഐറ്റവിത. പക്ഷെ ഇന്നാണ് സെർച്ച് സംഭവം ഇതിന്റെ പേര് കണ്ടുപിടിച്ചു ഐറ്റവിത. പക്ഷെ അന്നുമുണ്ട് അത്തിപ്പഴക്കെട്ടാലും രോഗശാന്തി കൊടുക്കുന്ന സാധനമാണ്. അത്തിപ്പഴക്കെട്ട് അവന്റെ മുറിവിന്മേൽ പരിവിന്മേൽ വെച്ചപ്പോൾ സൗഖ്യമായി. മരിക്കത്തക്ക സാധ്യതയില്ല. ഞാൻ പറയുന്നത് വെളിപ്പാട് പറയും. ഇത്രയും രോഗികൾ അന്ന് നമ്മുടെ മുമ്പിൽ വീൽ ചെയറിലുള്ളവരും സ്ട്രക്ചറിലുള്ളവരും അന്ന് വീൽ ചെയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ ശാരീരികമായ ക്ഷീണം പ്രയാസമുള്ളവരില്ല അവിടെ. പക്ഷെ അവർ സങ്കീർത്തനത്തിൽ വാക്കുകളുണ്ട്, അവരെല്ലാവരും ബലഹീനർ ഇല്ലായിരുന്നു. കാണുന്നുണ്ടോ വാക്യങ്ങൾ? 106 എനിക്ക് തോന്നുന്നു. അവരെല്ലാവരും ബലഹീനരില്ലായിരുന്നു. കണ്ടോ? നിങ്ങൾ കണ്ടുപിടിക്കാമോ? നിങ്ങൾ നോക്കട്ടെ. മക്കഫിലെ ദൈവമക്കൾ ബലഹീനല്ലേ? എന്താ ബലഹീനം എന്ന് പറയുന്നത്? രക്തമടയാളം വീണ് കയ്പ് ചീരയോടുകൂടി കുഞ്ഞാടിനെ തീയിൽ ചുട്ട് ഭക്ഷിച്ചപ്പോൾ അവരുടെ ബലഹീനത പൊട്ടിയെന്നാണ്. കിടക്കെ കിടന്ന ചാടി എഴുന്നേറ്റ് രോഗി ചാടി എഴുന്നേറ്റ്. അതിന്റെ അർത്ഥം പിന്നെ പോകുന്ന യുദ്ധസന്നദ്ധരായിട്ടാണ്. മനസ്സിലാകുന്ന സ്തുതിക്ക് നിങ്ങളുടെ മേലും എന്റെ മേലും ആ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടായി. നീ വഹിക്കുന്ന രോഗം നിന്നെ കൊണ്ട് പോകുമെന്ന് പിശാച് പറയുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഒരു രോഗത്തിനും നിന്നെ തളർത്താൻ കഴിയത്തില്ല. അതിനെ വെട്ടിമാറ്റുന്ന ഒരു അഭിഷേകം, രോഗശാന്തി ദൈവമക്കളുടെ അവകാശമാണ്.
ജീവന്റെ മരണത്തിന്റെ അധികാരം എവിടെ? നാമിന്മേല. ഞങ്ങൾ അപ്പച്ചൻ ഗ്യാസും ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഉണ്ടാകും. അങ്ങനെ പറഞ്ഞല്ലേ? നിങ്ങളുടെ 2 തലമുറയ്ക്ക് മുമ്പ് ഇതുണ്ടായിരുന്നു. അത് പറഞ്ഞില്ലേ? ബൈബിളിൽ നിർത്തുക. അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം, അബ്രഹാമിന്റെ കാലത്തുണ്ട മുമ്പിലത്തെ ക്ഷാമം പോലെ ഇസഹാക്കിന്റെ കാലത്തും ഉണ്ടായിരുന്നു. അതേ പോരാട്ടം പിന്നെ തലമുറയുടെ കാലത്തും ഉണ്ടായി. അബ്രഹാമിന്റെ കാലത്ത് എഴുന്നേറ്റ ക്ഷാമം ഇസഹാക്കിന്റെ കാലം വന്നപ്പോൾ ഉണ്ടായി. പിന്തുടരുക. പക്ഷെ ഇസഹാക്കിനോട് ദൈവം എന്നാ പറഞ്ഞു, നീ ഗരാദേശപ്പെടരുത്, ഇവിടെ വിട്ടു പോകരുത്. ഇവിടെ നീ വിതച്ചാൽ 100 മേനി കൊയ്യും. അവിടെ ഇസഹാക്കാണ്ടിൽ വിതച്ചു. ഏത് കാലത്ത്? ക്ഷാമമുള്ള കാലത്ത്, വരൾച്ചയുള്ള കാലത്ത്, പ്രതീക്ഷയില്ലാത്ത കാലത്ത്, സാധ്യതയില്ലാത്ത കാലത്ത്, ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകത്തില്ലെന്ന് വിധി പറഞ്ഞ കാലത്ത് ഇസഹാക്ക് ഉയർച്ചു. ഇന്നലെ ഞാൻ പറയാം, ഏതൊക്കെ പാരമ്പര്യങ്ങൾ പറയുന്നു നിന്നെ തകർത്തു പറയുന്നെങ്കിൽ അതിനെ യേശുവിന്റെ നാമത്തിൽ പൊട്ടിക്കണം. യേശുവിന്റെ നാമത്തിൽ പൊട്ടിക്കണം. നിന്റെ നാവിന്റെ അധികാരമാണ്. യേശുവിന്റെ നാമത്തിൽ പറ, ആ ലോകം എന്റെയോ എന്റെ തലമുറയിലോ പിന്തുടരാൻ അനുവാദമില്ല. പാമ്പിന്റെ മേലും സർപ്പത്തിന് മേലും അണർമേൽ നീ ചവിട്ടും, ബാലസമത്തിൽ പെരുമ്പാമ്പിനെ നീ വിഷകരമായി എന്ത് കഴിച്ചാൽ നിനക്ക് കാര്യം വരുത്തില്ല. ഈ സൗഖ്യത്തിന്റെ വിടുതലിന്റെയും വിശ്വാസത്തിന്റെ വചനം ദൈവമക്കളും ഉരുവിടണം. രോഗം ശരീരത്തിൽ വരുമ്പോഴത്തേക്കും വചനം, അങ്ങനെയുള്ള വചനം എടുത്ത് തീരണം, ആവർത്തിച്ച് പറയണം. അങ്ങനെ പറയണോ? അവരെ എഴുന്നേറ്റോണ്ട് അങ്ങനെ എന്ത് ചെയ്യുള്ളൂ? അല്ലാതെ തന്നെത്താൻ ഇന്ന് പ്രാഗിയൊന്നും ചെയ്യരുത്. ഞാൻ ഇന്ന് പകൽ പ്രഖ്യാപിക്കുന്നു വേണം, അതിനെ പറ്റി പാട്ടുകൂടെ ചെയ്യണം. രോഗികൾക്കു നല്ല വൈദ്യൻ ആകുമേശുദാൻ, രോഗികൾക്കു നല്ല വൈദ്യൻ ആകുമേശുദാൻ, പല രോഗികൾ തന്നാമത്തിൽ ആശ്വാസം പ്രാപിപ്പാൻ. എന്റെ ഭാഷ പാടി ആ വാക്യമൊക്കെ പറഞ്ഞിടുന്നുണ്ട്. പക്ഷെ ആ പാട്ടുണ്ട്. മരണനിഴലിൻ താഴ്വരയിൽ ശരണമായെനിക്കേശുണ്ട്. കരളിഞ്ഞൂയൻ ഒരു ഇച്ചിയുടെ കുറച്ചാണ് നിങ്ങളൊരു പാട്ടുകൾ കേൾക്കണ്ടേ? പാടണം വാക്യങ്ങൾ എടുത്ത് ഉള്ളിട്ട് യേശുവിന്റെ നാമത്തിൽ നിന്ന് പുറത്താക്കണം. ഇങ്ങനെ വന്ന സമയം പോയി കുറച്ച്
ഈ വിഷയം ചെയ്തിട്ടില്ല. പിടിക്കുന്നവർ വലിയ പുറകെ, പക്ഷെ ദൈവം തുടങ്ങില്ല. കാരണം ഞാൻ വ്യക്തം ഇതിനെ കളിച്ചിരിക്കുക. ഇങ്ങോട്ട് വരുന്ന വഴിക്കുണ്ടല്ലോ, ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ദേശം തരാം. പക്ഷെ ഒരുപാട് 33 കാര്യം പറഞ്ഞ് തിരുകുളം തന്നത് നമുക്ക് വായിച്ച 33 4 മക്കളുടെ വായിച്ചു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ അങ്ങനെ വായിച്ചപ്പെടുന്നില്ല. ദോഷകരമായി മാത്രം വായിക്കരുത്. അതിന് മോളിൽ വായിച്ചോ, വഴിയിൽ വെച്ചോ ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിനോ ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടത് ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കത്തില്ല. നിങ്ങളുടെ മക്കൾ ദൈവം അങ്ങോട്ട് എത്തിക്കാന്നല്ലേ പറഞ്ഞേ. പക്ഷെ ഇപ്പൊ ദൈവം പറയാം ഞാൻ നിങ്ങളുടെ നടുവിൽ നിങ്ങൾ ദുശാഠ്യമുള്ള ദുശാഠ്യം. നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് മോശയോട് പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് ഇവിടുന്ന് മഞ്ഞ കിട്ടും, ഞങ്ങൾക്ക് ഇവിടുന്ന് വെള്ളം കിട്ടും, ഞങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം കിട്ടും. ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കും. നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം സുന്ദരമായ ദേശമാണ്. ആ ദേശത്തിന്റെ പ്രാധാന്യം അറിയാമോ? അങ്ങനെ കൊണ്ടുള്ള അവിടെ വേറെ പാലും പേരും മാത്രമല്ല. വായിച്ച ആവർത്തനം 8:7 നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ എവിടെ കൊണ്ടുവന്ന്? എവിടേക്കാ പറ. നല്ലൊരു ദേശം. ആ ദേശത്തിന്റെ പ്രത്യേകത ഡ്യൂട്രോണമി ചാപ്റ്റർ 8:7. ഈ തമിഴിൽ ഞാൻ വായിക്കും, എഴുത്തപ്പെട്ടത് നമ്മളുടെ കുറച്ച് നല്ല എഫക്റ്റാണ്. അതിൽ ആദ്യം മലയാളം വായിക്കും. നല്ലൊരു ദേശത്തേക്കല്ലോ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. വായിച്ചോളിയമ്മ. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം. നീരൊഴുക്ക്, ഉറവ, തടാകം. ഈ സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? രക്ഷിക്കപ്പെട്ടത് വെറുതെ അല്ല, സ്നാനപ്പെട്ടത് വെറുതെ അല്ല, നഷ്ടമല്ലെന്ന് പറഞ്ഞ് ഏറ്റവും സുന്ദരമായ ദേശത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. തടാകങ്ങൾ, ഉറവകൾ, നീരൊഴുക്കുള്ള ദേശം. അടുത്ത വാക്യം. ഗോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം. മാതളം 5 കൂട്ടം. ഗോതമ്പ്, യവം, മുന്തിരി, ഒലിവ്, തേൻ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തേനല്ല, ചുമ്മാ ചക്കര പഞ്ചസാര കൂടെ കലക്കി റോഡ് സൈഡ് വിട്ടോണ്ട് പറയാം. 1-ാം തരം ചെറുതാനാ, 1-ാം തരം വൻതേൻ കളിപ്പിക്കും. നമ്മളത് മേടിച്ചോണ്ട് കുപ്പി മേടിച്ചോണ്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പൂക്കും, ടേസ്റ്റ് പോവും. ഇതല്ല തമ്പുരാൻ ഒരുക്കുന്നതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ്. തമ്പുരാൻ തന്നപ്പോ ഏറ്റവും നന്നായിട്ട് തന്നു, നല്ലത് തന്നു. കാരണം ഞാൻ പറയാം, ഇവിടെ വന്നത് നിങ്ങളെ നഷ്ടമല്ല, നല്ല ജോലി ചെയ്യും, തരും, നന്നായിട്ട് തരും. ഇവിടെ ജീവിതത്തിൽ ചെയ്തില്ല, ഇവിടെ വന്ന് ഉപയോഗിക്കും. ഇത് എന്നാ പോലും അറിയത്തില്ല. എന്തോ ഇവിടെ വന്ന് ഉപയോഗിക്കാൻ പറ്റും. ഇത് കൊടുക്കാൻ, വാക്യം കൊടുക്കാൻ, ഇത് കൊടുക്കാൻ പറ്റി, ഒരു പാടാൻ പറ്റി അല്ലേ? നാട്ടിലൂടെ മലപ്പുറം ഇവിടെ വരെ ചിന്തിച്ചാണോ? ഇവിടെയാണോ ജനിച്ചത്? ഇവിടെയാണോ പഠിച്ചത്? അല്ല, ഇവിടെ ഒരു മൂന്ന് ഇവിടെ ഒന്ന് കീബോർഡ് വായിക്കും, സരിപാസ എത്ര ഒന്ന് വായിക്കും, ഞാൻ ഇവിടെ പ്രസംഗിക്കും. അറിഞ്ഞാണോ? മക്കളോട് ജനിക്കും. ഇവിടെയാണോ ജനിച്ചത്? കോയിറ്റികളല്ലേ? സുന്ദരികളാണ്. ഇവിടെ ജനിക്കുന്ന അറിഞ്ഞാണോ? സരിപാസ ചിന്തിച്ചോ? അതിനകത്ത് അടപ്പുറ സൈക്കിൾ മുക്കിൽ കിടന്ന മനുഷ്യനെ തമ്പുരാൻ ഇവിടെ
കൊണ്ടുവന്ന് ഇവിടെ പോയി കന്നടക്കാരിയെ കിട്ടി. ഇവനെ ചിന്തിച്ചു ഇങ്ങനെ പ്രാണോ കാറ നടക്കും. ഞാൻ അതിനകത്ത് കയറുമെന്ന് ഞാൻ ചിന്തിച്ചു. ഇന്ന് രാവിലെ ഞാൻ ബെൻസൈഡാണ് ഞാൻ പറഞ്ഞ എന്നോട് വെച്ച് പുറത്തോട് പോലെ ചുമ്മാ നടക്കാൻ പെട്രോളിന്റെ വിലയില്ല 500 ഫീസ് അന്ന് വിട്ടുപോയത് ചുമ്മാ 2 കണ്ടും കൂടെ ഇരുന്നിട്ടാണെങ്കിൽ ഒരു കട്ട കേട്ട് പോലും അറിയുന്നില്ല. ഞാൻ റെഡി ഞാനിവിടെ ഞാൻ ചിന്തിച്ചല്ലോ ഇത്ര നല്ല വണ്ടി കയറുമെന്നോ ഇവിടെ വരുമെന്നോ വാസനോ കൂടുമെന്നോ ഇവിടെ ദൈവമക്കളെ കാണുന്നു നാട്ടിൽ കണ്ടവരല്ലേ ഇവിടെ കാണുമെന്നോ ഇവിടെ പ്രസംഗിക്കുന്നു ചിന്തിച്ചതല്ല. കൃപ 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 വൻകൃപയിലെന്നെ ഇന്ന് ഉളങ്കാത്ത വൻകൃപയിലെന്നെ ഇന്ന് ഉളങ്കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും ആമേൻ. ഓരോ നാളും എന്റെ ഭാരം ചുമന്നു ആ ഓരോ നാളും എന്റെ ഭാരം ചുമന്നു ആ ദൈവത്തിനു എന്റെ ദൈവത്തിനു എന്റെ അനുഭവം ഇവിടെ വരെ ചിന്തിച്ചോ. ഇവിടെ വന്ന് കേടി കൈകൊണ്ട് എണ്ണി കേടി എണ്ണോന്ന് ചിന്തിച്ചു. തമിഴ്നാട്ടിലെ കിടന്ന് എന്താ കോടമ്പാക്കം എന്താ എന്താ പാക്കം എവിടെ ചെന്നൈയിലെ ഈറോഡിലെ കിടന്ന് നമ്മൾ കുവൈറ്റ് വന്നിട്ട് കേടി എണ്ണിച്ചു എണ്ണുന്നുണ്ടോ. പഠിക്കും നോക്കാം. ചിന്തിച്ചോ. ഞാൻ 3-4 വട്ടം തിരിച്ചു മാറ്റോട്ടെ നോക്കും. ഇയാളെ പിടിച്ചോണ്ടിരിക്കുക. ഞാൻ എന്തൊക്കെ കാണിക്കുന്നുണ്ടോ എല്ലാം പിടിച്ചെടുക്കുക. എനിക്ക് ദൈവത്തിന്റെ മഹാകൃപ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിനു സ്തോത്രം. എന്റെ ദൈവത്തിനു സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിനു സ്തോത്രം. എന്റെ ദൈവത്തിനു
ദൈവത്തിനു സ്തോത്രം. കൃപയാൽ കൃപയാൽ ദൈവത്തിൻ കൃപയാൽ ദയയാൽ ദയയാൽ ദൈവത്തിൻ ഹല്ലേലൂയ. അല്ലേ ആമേൻ. ദൈവത്തിന്റെ വലിയ കൃപയാണ്. ഹല്ലേലൂയ. ഭ്രാന്തരായി പോകുന്ന പിശാച് പറഞ്ഞതാണ്. സ്തോത്രം. പക്ഷെ ദൈവം വിടുവിച്ച് കൃപയുടെ ആമേൻ. ഹല്ലേലൂയ. ഒരു ശ്രേഷ്ഠമാണ് ആമേൻ. ദൈവകൃപ. ഹല്ലേലൂയ. അനുഭവിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞാനും ആരാധിച്ചാലും മതി വരത്തില്ല. ആമേൻ. ഹല്ലേലൂയ. നല്ലൊരു ദേശം ആമേൻ. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് വിഷയങ്ങളുണ്ടാകുമ്പോൾ സ്തോത്രം. ആ നല്ല ദേശത്തെ കുറിച്ച് നീ സ്തോത്രം ചെയ്യണം. ആമേൻ. ശമ്പളം കിട്ടുമ്പോൾ സ്തോത്രം ചെയ്യണം. ആമേൻ. ചെലവിടുമ്പോൾ സ്തോത്രം ചെയ്യണം. കഴിക്കുമ്പോൾ സ്തോത്രം ചെയ്യണം. അതിന്റെ കയറുമ്പോൾ സ്തോത്രം ചെയ്യണം. ഓടിക്കുമ്പോൾ സ്തോത്രം ചെയ്യണം. ഇറങ്ങുമ്പോൾ സ്തോത്രം ചെയ്യണം. വീട്ടിൽ കിടക്കുമ്പോൾ സ്തോത്രം ചെയ്യണം. ഉറങ്ങുന്നതിന് മുമ്പ് സ്തോത്രം ചെയ്യണം. എഴുന്നേൽക്കുന്നതിന് സ്തോത്രം ചെയ്യണം. എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കേ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇടയ്ക്ക് ദുശാക്തി കാണിക്കുന്നു. ദുശാക്തി കാണിച്ചു. മോശയുടെ നേരെ കല്ലെടുത്തു എറിയാൻ ഭാവിച്ചു. തമ്പുരാൻ പറയും, ഞാൻ നിങ്ങളുടെ നാട്ടിൽ നടക്കത്തില്ല. കർത്താവിന്റെ സാന്നിധ്യം സഭയ്ക്കകത്തില്ലെങ്കിൽ സ്ഥിതി കൊണ്ടുപോയി കരണ്ട് അടിച്ചുകൊണ്ടിരിക്കും മനുഷ്യൻ. കരിഞ്ഞ് ഫാനുണ്ട്, എ സി ഉണ്ട്, ടൈൽസ് ഉണ്ട്, പായുണ്ട്, കസാരയുണ്ട്, എല്ലാം സെറ്റപ്പ് ഉണ്ട് ചർച്ചകൾ. പക്ഷെ ദൈവ സാന്നിധ്യമില്ലെങ്കിലും ഇതൊന്നുമില്ലെങ്കിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇവിടെ നല്ല തണുപ്പൊന്നുമില്ല, നമ്മളെന്നാലും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതാ ദൈവകൃപ. കൂളിംഗ് സിസ്റ്റം നല്ലതായിട്ടില്ലെങ്കിലും ദൈവത്തെ എങ്ങനെ സേവിക്കണമെന്നുണ്ടല്ലോ. പക്ഷെ എനിക്കൊരു ചൂടും തോന്നുന്നില്ല. അതല്ലേ ദൈവകൃപ. ഉള്ള സൗകര്യത്തിൽ ദൈവം നൽകിയ നന്മകളെ ഓർത്തുകൊണ്ട് നന്ദി പറയാ. അവസരം ലഭിച്ച ദൈവമക്കൾ ഒരിക്കൽ കൊണ്ട് നന്ദി പറയാ. ഞാൻ നിങ്ങളുടെ നാട്ടിൽ തമ്മിൽ പറയാ, ഞാൻ ഹിബ്ബിയെയും പെരിസ്തരെയും യെബൂസിനെയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നീക്കിത്തരാം. പാവയെ പിളർന്ന് ജലതടാകം പുറപ്പെടുവിച്ചു തരാം. കാണപ്പിച്ചു തരാം. മഞ്ഞ തരാം. കാലിന് ചെരുപ്പ് ജീവിച്ചു പോകാതെ നോക്കി തരാം. പക്ഷെ ഒരു കാര്യം, ഞാൻ മടക്കത്തില്ല നിങ്ങളുടെ നടുവിൽ. മോശമായിട്ട് കർത്താവേ, എനിക്ക് അങ്ങനെ ഒരു നന്മ വേണ്ട. എനിക്ക് അങ്ങനെ ഒരു ഉയർച്ച വേണ്ട. എനിക്ക് അങ്ങനെ ഒരു സാമ്പത്തികം വേണ്ട. എനിക്ക് അങ്ങനെ ഒരു പദവി വേണ്ട. എനിക്ക് വേണ്ടത് മഞ്ഞയേക്കാൾ കാണപ്പക്ഷിയേക്കാൾ പാതയെ പുലർന്ന് ജനങ്ങളായേക്കാൾ അവിടുത്തെ സാന്നിധ്യം എനിക്ക് മതിയെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തെ സ്തുതിക്കേ. എനിക്ക് അവിടുത്തെ സാന്നിധ്യം മതി. അവിടുത്തെ കൃപ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെയൊക്കെ ചിന്തിക്കുകയായിരുന്നു. എല്ലാം കൂടെ കിട്ടി സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് എന്തൊരർത്ഥമുണ്ടോ? എനിക്കെല്ലാം കിട്ടുന്നതിനേക്കാൾ, നാട്ടിൽ ബംഗ്ലാവ് പണിയുന്നതിനേക്കാൾ, എല്ലാ വാഹനം കിട്ടുന്നതിനെ കിട്ടട്ടെ. അതൊക്കെ ലഭിക്കട്ടെ. ഇവിടെയുള്ള ദൈവമക്കൾക്ക് ദൈവം നല്ല ജോലി തരട്ടെ, നല്ല വീട് തരട്ടെ, നല്ല വാഹനം തരട്ടെ, കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. പക്ഷെ നിങ്ങളൊക്കെ പറയാൻ എനിക്ക് അതിനേക്കാൾ വലുത് തിരുസാന്നിധ്യമാണ്. 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 ഞാൻ നിന്നോട് പറയാം, സമയം പോയി. മിക്ക ചർച്ച
ചർച്ചിനകത്തും ദൈവസാന്നിധ്യം സാധനം കാണുമ്പോ ചുമ്മാ കുറയണം വന്ന് ഇരുന്നു പോകുന്നല്ലാതെ ഒന്നുമില്ല. പിന്നെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയിക്കാൻ കുറെ ആ വീട്ടിനോട് ഈറ്റുന്നല്ലാതെ നിങ്ങൾ നോക്കിക്കോ. ഞാൻ പറയാം, ചില പ്രാർത്ഥിക്കുന്ന വീട്ടിൽ നമ്മളെ യോഗം നടത്തിയിട്ട് നല്ല അന്തരീക്ഷം അവർ നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ഇല്ലാത്ത വീട്ടിൽ പോയി പ്രാർത്ഥന വയ്ക്കും. അവരുടെ രോഗം പ്രശ്നമില്ല, നമ്മുടെ നെഞ്ചത്തോട് കയറിയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ തോന്നി പെണ്ണുമ്പോൾ നമുക്കെതിരെ അല്ലെ നമ്മൾ ഇവിടുത്തെ പിള്ളേർ എന്തെങ്കിലും ഉണ്ടാവും. നാട്ടിൽ വിളിച്ച ഉടനെ ഇലവൻ വിളിച്ചു ചോദിക്കും, അല്ലെങ്കിൽ അവൾ വിളിച്ചു ചോദിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ചോദിക്കും, അമ്മയോട് വിളിച്ചു ചോദിക്കും. ഞങ്ങളൊക്കെ ജീവിച്ചിട്ട് പോകേണ്ട കേട്ടോ വളരെ കൂത്ത്. ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാത്തവരുടെ അടുത്ത് ഈ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരുടെ സത്യത്തിൽ കൂടാതിരിക്കുന്ന ഏറ്റവും അവയ്ക്കാതെ വന്നോണ്ട് നമുക്ക് എപ്പോഴാ കമ്മിറ്റി കൂടുന്നത്. എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു. ഞാൻ വെച്ചാൽ വന്നേ വെള്ളിയാഴ്ച വന്നു. അന്നാരം തന്നെ വലിയ ഞായറാഴ്ച യോഗമുണ്ട്. ഓക്കെ, ഞങ്ങളുടെ നാട്ടിൽ ചർച്ചയാണെങ്കിൽ ഞായറാഴ്ച യോഗം വെക്കണോ? സഹോദരന്മാര് പറഞ്ഞാട്ട് എന്തിനാ ഭാഷ ഇപ്പോയോ? അല്ല, നമുക്ക് ഇച്ചിരി ആത്മീയ വർദ്ധനയ്ക്ക് ഇപ്പൊ ഉള്ളത് എങ്ങനെ ഒന്ന് കൊണ്ടു. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഞങ്ങളുടെ അച്ഛൻ മാസം 1 മണിയായിട്ട് പ്രസംഗം എടുത്തത്. കാരണം അവസാനം ഒരു വാക്യം കൂടെ കിട്ടി. ആ വാക്യം എന്തിനെ തപ്പിട്ട് കിട്ടുന്നില്ല. അപ്പം ഈ പുള്ളി അവിടുന്ന് പറയാം, ഇനിയിപ്പോ അടുത്ത് ഈ വാക്യം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ എടുക്കാം. ഇപ്പൊ 1 മണിയായി നിർത്താൻ. ഇപ്പൊ ഈ വായിച്ച വാക്കൊന്ന് പോയി പഠിച്ചിട്ട് വരുന്നത് എങ്ങനെയുണ്ട്? വായിച്ച വാക്കൊക്കെ ഒന്ന് മണി ഒന്നായി എങ്ങനെയുണ്ട്? വേണ്ട, ഇതൊക്കെ സ്വീകരിക്കാൻ ആത്മാവിന്റെ സ്വീകരണം, സ്നേഹവും ആളുകളിലേക്ക് വന്ന ഇവിടെ അല്ല, എങ്ങനെയൊക്കെ ദൈവത്തിന്റെ കൃപ അനുഭവിക്കണം. അതാണ് നല്ലത് കേട്ടോ. ഈ ചർച്ചിൽ മംഗഫിൽ ഉള്ളിടത്തോളം കാലം, അബ്ദുദാസിനോട് ഉള്ളത്തോളം കാലം, നിങ്ങളുള്ളിടത്തോളം കാലം നിങ്ങൾ ഒരുമിച്ച് നിന്ന് പറയണം, പ്രാർത്ഥന ഞങ്ങൾ വന്നോളാം. അതാ ഞങ്ങൾക്ക് കിട്ടും. നിലപെടുത്തി ശ്രദ്ധിച്ചോട്ടെ. ഒരു പ്രോഗ്രാം എടുത്ത് കൊണ്ടുവരരുത്. കൊണ്ടുവരുന്നെങ്കിൽ അത് പിശാച് അവന്റെ അകത്ത് കയറിട്ടോ. ആവശ്യം ദിവസം ചില വീട്ടിൽ ചെല്ലും ചുമ്മാറുള്ള സിനിമ കണ്ടുകിടക്കുന്ന വീടുണ്ട്. TV വേണ്ട, അതിന് വരുന്ന പവർ വിഷയം എന്റെ ഇതകല്ലാകുന്നു ഒരു പവർ വിഷയം. അത് കഴിഞ്ഞ ഉടനെ പിന്നെ ദൈവം കാണുന്ന മുഴുവൻ കണ്ട് ഫേസ്ബുക്ക് കണ്ട് മടക്കുമ്പോ ഇൻസ്റ്റാഗ്രാം കണ്ട് മടക്കുമ്പോ വാട്സാപ്പ് കണ്ട് മടക്കുമ്പോ യൂട്യൂബ് കണ്ട് മടക്കുമ്പോ എന്റെ ദൈവം വേറെ വല്ലതും ആ കാര്യം കണ്ടുപിടിച്ചെന്തെങ്കിലും കൊള്ളാമായിരുന്നു. അമേരിക്കക്കാരുടെ തലമണ്ടയിൽ ഒന്ന് പ്രവർത്തിക്കണേ. എന്തിനാ പുതിയ ഈ 4-5 ആപ്പ് ഉണ്ടായിട്ട് പോകുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞു കൂടാൻ പറ്റുന്നില്ല. ചാനലിനെ കാണുന്നില്ലേ? പുറത്തോട്ട് കയറിയിരിക്കും. ചരിത്രം തോന്നുന്നത് എല്ലാം കണ്ട് ഇതിനെല്ലാം കമന്റും പാസ്സാക്കി അടിച്ച് പൊളിച്ച് ഇതെല്ലാം കണ്ട് പ്രാർത്ഥിക്കാൻ വന്നിരുന്നിട്ട് പ്രാർത്ഥിക്കാൻ പോലും പ്രാർത്ഥിച്ചു വരുമ്പോ മറ്റേ സാധനം കയറി ഇട്ടുമാറോ ഏതാ മറ്റേ സാന്നിധ്യം വേണ്ടിയാണ്. ചെറുക്ക് ചർച്ച ഉദാഹരണം, ഞാൻ വാതിക്കൽ നിന്ന്
ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട്, അവൻ എന്നോടും കൂടെ തുറക്കുകയും. സഭാകാന്തൻ സഭയ്ക്ക് പുറത്താണ്. ലബോദിക്ക കാലഘട്ടം ഇത്. നമ്മളിപ്പോ റൺ ചെയ്യുന്ന കാലഘട്ടത്തിന് പറയുന്ന പേരാ ലബോദിക്ക കാലഘട്ടം. ദൈവസാന്നിധ്യമില്ലെന്ന് പിന്നെ ഉണ്ടെന്ന് അറിയിക്കാൻ കുറെ ഏതൊക്കെ എന്ത് ചെയ്യുക, കാണിക്കുക. നടക്കത്തില്ല. തമ്പുരാൻ വെളിയില്ല. നമുക്ക് ആ വെളിയിൽ നിൽക്കുന്ന കർത്താവിനല്ല. ജീവിതത്തിന് കർത്താവ് പുറത്തു പോകരുത്, സഭയിൽ നിന്ന് പുറത്തു പോകരുത്, എന്റെ ജോലിയിൽ നിന്ന് പുറത്തു പോകരുത്, എന്റെ കൂട്ടുബന്ധങ്ങളിൽ നിന്ന് പുറത്തു പോകരുത്. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോളൂ, കർത്താവ് ഇന്ന് പകരം ഞാൻ കണ്ടുമുട്ടുന്നവൻ ദൈവമേ ജീവിതമില്ലാത്ത ആരുമായിട്ട് കണ്ടുമുട്ടാൻ അനുവദിക്കരുതേ. പ്രാർത്ഥിക്കും. ഇനി അഥവാ കണ്ടുമുട്ടുന്നെങ്കിൽ അവൻ ഞാൻ അനുവദിക്കുന്ന കൃപ അറിയണം. അഭിഷേകമുള്ള അഭിഷേകം എത്ര വലിയ വിഷയത്തിൽ പെട്ടാലും എന്നെ ഈസിയായിട്ട് പുറത്തുകൊണ്ടിരുന്നൊരു അഭിഷേകം ഞാൻ എപ്പോഴും അറിയാറുണ്ട്, അനുഭവിക്കാറുണ്ട്. ദൈവമാണ് അയക്കുന്നതെങ്കിൽ, ദൈവമാണ് അനുഭവിക്കുന്നതെങ്കിൽ സകല ഊഴ കുരുക്കളും ദൈവം അടിച്ചു പുറത്തുകൊണ്ടു. പ്രാർത്ഥിച്ചോളാം. ദൈവമില്ലാത്തൊരു ബന്ധം എനിക്കൊരു പകല് പോലും തരരുത്. കണ്ടുമുട്ടുന്നവൻ കൃപ അറിയണം. എന്നെ കുരുക്കാൻ അവൻ അനുവദിക്കരുത്. എന്നും പ്രാർത്ഥിച്ചോ, എന്നും പ്രാർത്ഥിച്ചോ. ഞാനിവിടെ ഒരു സഹോദരിയെ കണ്ടു. 15 ദിവസത്തേക്ക് ഒരു ആളെ താൽക്കാലികമായി ഒരു ജോലിക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ട് പോയത് വീട്ടിൽ വിവാഹത്തിന് പോയിട്ട് വരുന്ന വഴിക്ക് മെസ്സേജ് മൊബൈലിൽ വാട്സാപ്പിൽ എടുക്കുന്നു, നീ ജോലിക്ക് വരണമെന്ന് ആ വീട്ടുകാരെ മെസ്സേജ് തേക്കുന്നു. ചോദിച്ചറിഞ്ഞു വന്ന് ഈ ആദ്യ ആളെ വിളിച്ചു, വാട്സാപ്പ് ബ്ലോക്ക് ചെയ്തിട്ടേക്ക്. അപ്പൊ ആദ്യമാണ് അവനെ പണി കൊടുത്തു വീട്ടുകാർ. അപ്പൊ അവര് പറഞ്ഞത് ഇനിയിപ്പോ ഒരാളുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെല്ലാം ചെയ്യുന്നുണ്ട്, നീ വേണ്ട. ഇത് കഴിഞ്ഞ് അവിടെ ചെന്ന് മെത്ത എടുത്ത് തലകണ എടുത്ത് ബാഗ് എടുത്ത് പുറപ്പെട്ടു. ഓരോ വീട്ടിൽ തമ്പൂരിതുരായി ഞാൻ ചതിയന്മാരുടെ ലോകം നിൽക്കുന്ന തമ്പുരാന്റെ കൃപയാണ്. പ്രാർത്ഥിച്ചോണം. അപ്പൊ ആ തിരികെ പറ്റാത്തൊരു പ്രാർത്ഥിച്ച ഒരാളോട് കൈ പോലും കൊടുക്കാൻ ഞാൻ പറഞ്ഞു. ചുമ്മാ അല്ലാത്ത ഒരു കൈയും പ്രാർത്ഥിച്ചോ. നീ പ്രാർത്ഥിച്ചു പോയാൽ ദൈവഗതമല്ലാത്ത ഒരു അനധികൃത ബന്ധവും നിന്റെ കൈ വരുത്തില്ല. ഉറപ്പ്. ദൈവം പറയും ആരാക്കണം, ആരെന്ത് ചെയ്യണം നമുക്ക് ദൈവം നിയോഗിക്കും. അതനുസരിച്ച് സ്റ്റെപ്പ് വെച്ചോ. സാന്നിധ്യം എനിക്ക് വേണം. ദൈവിക നടത്തിപ്പില്ലാതെ ഒരിടത്തും പോകാൻ. ഒരു ഉദാഹരണം, ഒരു വാക്യം കൂടെ പറഞ്ഞോണ്ട് നിർത്താം. നിങ്ങൾ എടുക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുവിടാം. കരണ്ടിട്ട് ഉച്ചു നോക്കാൻ വേണ്ടി ആളെ അയച്ചല്ലോ, ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരും അല്ലേ? പോയി നോക്കിട്ടെന്താ പറഞ്ഞുടനെ ഞങ്ങളിവിടെ മുന്തിരിക്കുല കണ്ടു, നല്ല ഒന്നാമത് മതി. ഒരു മുന്തിരിക്കുളത്തിൽ എത്ര പേര് ചോദിച്ചോണ്ടാവുന്നേ? 2 പേര്. മാതറുണ്ട്, ഓറഞ്ചുണ്ട്, എല്ലാം ഉണ്ട്. സൂപ്പർ സ്ഥലം. പക്ഷെ ഒരു കാര്യം, നമുക്കത് പിടിച്ചടക്കാൻ പറ്റും. അനാക്കിന്റെ പുത്രന്മാരുണ്ട്, ശേഷായിയുണ്ട്, മല്ലന്മാരെ പിടിച്ചടക്കാൻ നമുക്ക് നോക്കുന്നില്ല. ഞങ്ങൾ ചെന്നപ്പോൾ അവര് വെട്ടിക്കിളി പോലെ നമ്മളവിടെ പറ്റില്ല. പക്ഷെ നമുക്ക് പിടിച്ചടക്കാൻ ഒക്കില്ല. നമ്മൾ പോകണ്ട. ഉടനെ ഞാൻ ചുരുക്കി പറയാം, ദൈവിക നടത്തിപ്പില്ല, നടത്തിപ്പുള്ളവനെ അയക്കുള്ളൂ. അയക്കരുത്. ഒറ്റ നോക്കാൻ തന്നെ അവസ്ഥയില്ല, പോയി കൈവശമാക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഇതിന് ഇടയ്ക്ക് ഉമാര് ഒരു തലവനെ തീരുമാനിച്ചത് വഴി നമുക്ക് പോകാം, നമുക്ക് തിരിച്ചു പോകാം. ഇതൊക്കെ ഇടയ്ക്കുണ്ടായി. ഇതെല്ലാം വിശ്വസിക്കാൻ നേരില്ല. തിരിച്ചു പോകാം. നമുക്ക് ഒരു തലവനെ നമുക്ക് തന്നെയാണ്, ഒരു തലവനെ നമുക്ക് തിരിച്ചു വിശ്രമിൽ പോകാം. ഓർത്തോയ്ക്ക് ഇവിടെ ചെന്നപ്പോഴത്തേക്കും അനാക്കിന്റെ പുത്രന്മാര് നമുക്ക് പറ്റില്ല പിടിച്ചടക്കാൻ. കാലേവോ ജനത്തെ അമർത്തി മിണ്ടാതിരിക്കണം. ദേശം ദൈവം നമുക്ക് തന്നിരിക്കുക, നമ്മളത് പിടിച്ചടക്കും. അവിശ്വാസം പറയുന്നവനെ കൂട്ടണ്ട, നടക്കത്തില്ലെന്ന് പറയുന്നവനുണ്ട്, അത് മാറി നിൽക്കട്ടെ. കാലേവിനെ പോലെ പറ, ആ ദേശം നമ്മൾ പിടിച്ചടക്കും. ദൈവഹിതമല്ലാത്ത റൂട്ട് സഞ്ചരിക്കരുത്.
വിശ്വസിക്കുന്നവനെ കൊണ്ട് ഈ കാര്യങ്ങൾ ദൈവം ചെയ്തു. ജനത്തെ അമർത്തി നമുക്കത് പിടിച്ചടക്കാൻ പറ്റും. നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുക. എത്ര ബലവാന്മാരുടെ വിഷയമല്ല. വാഗ്ദത്തം നിനക്കുണ്ടോ നിനക്ക് തരും. അവസാനിപ്പിക്കാം. മലയാളത്തെ സഞ്ചരിച്ചൊരു കുടുംബമാണ് നവോമി, മഹ്ലോൻ, കില്യോൻ, എലിമേലേക്ക് മോവാബിലേക്ക് പോയി. എന്തിനാ? വേദനകളുടെ ക്ഷാമം. വേദനകളുടെ ക്ഷാമം വരുമ്പോൾ മോവാബിൽ പോകരുത്. വേദനകളുടെ ക്ഷാമം വരുമോ? വേദനകളുടെ ക്ഷാമം വരുമോ? കിട്ടുന്നില്ല. ഒരു നല്ല എഴുതിയേക്ക് ക്ഷാമം വരും. പക്ഷെ നീ പിന്മാറും. ക്ഷമകാലത്ത് നമ്മെ ക്ഷമത്തോടെ നടത്തും. മോവാബിൽ പോകരുത്. മോവാബിൽ പോകരുത്. തെരഞ്ഞെടുക്കരുത്. അവിടെയും നിനക്ക് വൻ പരാജയം ഉണ്ടാവും. ഇവിടെ ക്ഷാമം വന്നാൽ നീ പറ ദൈവങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരും. എഴുന്നേറ്റാട്ടെ, ഒന്നെഴുന്നേറ്റാട്ടെ. ദൈവഹിതം അനുഭവിക്കുന്ന ദൈവമക്കൾ ഒന്നെഴുന്നേറ്റാട്ടെ. സമയമുള്ള ദൈവത്തെ ആരാധിച്ചാട്ടെ. രാത്രി വചനത്തോടെ ദൈവം നമുക്ക് തന്നിരിക്കുക. ആത്മാവ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാ കാര്യങ്ങളും പഠിച്ച് അല്പസമയമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചോടെ ജനത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച പ്രാർത്ഥന. നാടുകളായി നിന്റെ മക്കൾ അനുഭവിക്കുന്ന പിരിമുറുക്കം, മാനസികമായ സമ്മർദ്ദങ്ങൾ, മുൻപോട്ട് സ്റ്റെപ്പ് വെക്കാൻ പോലും കഴിയാത്ത ക്ലേശങ്ങൾ
നാട്ടിലെ വിഷയങ്ങളും മറ്റു പല വിഷയങ്ങളും ഹൃദയത്തിൽ കൊണ്ടിട്ട് നൊമ്പരം, ജോലിയിലെ ടെൻഷനുകൾ, യാത്രാ ക്ലേശങ്ങൾ, ക്ലൈമറ്റിന്റെ ബുദ്ധിമുട്ടുകൾ, യേശുവിന്റെ നാമത്തിൽ സകല ക്ലേശങ്ങളെയും സകല ഭാരങ്ങളെയും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ പൊളിക്കുന്ന പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മാനസിക പ്രയാസം അനുഭവിക്കുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ, യേശുവിൻ നാമത്തിൽ കെടുതികൾ അഴിയട്ടെ, ഈ ജനം യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവിക കരുതലുകൾ, വാഗ്ദത്തങ്ങൾ, ഉറപ്പേറിയ വാഗ്ദത്തങ്ങൾ ദൈവാത്മാ കൊടുത്ത് മാനിക്കണം. സരിഭാഷ കുടുംബ സഹായിക്കണം. ഈ പട്ടണത്തിന്റെ വിടുതലിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടി ഇവിടെ ഭക്തനെ ദൈവം കണ്ട് നിയോഗിച്ച ഇനിയും ചില മലകൾ കയറുവാൻ, ഇനിയും ചില മേടുകൾ കയറുവാൻ, കുതിച്ചു പായുവാൻ, ആത്മാവിന്റെ കുതിപ്പുമായി ദാസനെ കിഴക്കൂട്ടും പടിഞ്ഞാറോട്ടും വടക്കൂട്ടും ദൈവം ഓടിച്ച് ആത്മാക്കളെ കൊയ്തെടുത്ത് ദൈവരാജ്യത്തിലേക്ക് അവൻ നിറയ്ക്കുവാനുള്ള അഭിഷക്തനെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാഹമുള്ള ജനത്തെ വീണ്ടും ഒരുക്കണം. പാട്ടുകൾ പാടിയ സഹോദരന്മാരെ സഹായിക്കണം, കൃപയിൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ചേർന്ന് ആമേൻ പറഞ്ഞാട്ട്, ഒരിക്കൽ കൂടെ ആമേൻ പറഞ്ഞാട്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കാൻ വഴി തന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും കാവൽ പ്രാർത്ഥിച്ചോർത്ത എല്ലാ വിഷയങ്ങളുടെ പേരും ദൈവജനത്തിന്റെ പേരും വിദൂരയുള്ള ആമേൻ സർവ്വ വിശുദ്ധന്മാരുടെ പേരും അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും അവിടുത്തെ മേഘ പ്രത്യക്ഷതയോടും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ രാത്രി ജയനിരക കർത്താവിന്റെ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പാടാം. ആമേൻ. കർത്താവേ യേശുവേ